ഞാൻ ഇനി അറിയിക്കട്ടെ ഇവിടെ കല്യാണം നടക്കാൻ പോകുന്നേ അതെങ്ങനെയുണ്ടെന്ന്. ഓ ചെറുക്കനും പെണ്ണും വരുന്നുണ്ടേ. നമ്മുടെ സ്മോക്ഡ് ബീഫും ബാംബു ഷൂട്ടും എത്തിയിരിക്കുകയാണ്. ബാംബു ഷൂട്ടുള്ള കറിയൊക്കെ കഴിച്ച് നല്ല ഒക്കാന വന്നിരിക്കുകയായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ സ്മോക്ഡ് ബീഫ്. ഞങ്ങളിപ്പോൾ ലോങ്വ എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. വളരെ പഴയ ആൾക്കാർ, പഴയ ട്രൈബ്സ് താമസിക്കുന്ന ഒരു വില്ലേജാണ് ഈ ലോങ്വ. നമ്മുടെ കൊണിയാക് ട്രൈബ്സ് ആണ്. അതെ, കൊണിയാക് ട്രൈബ്സ് താമസിക്കുന്ന സ്ഥലമാണ് ഈ ലോങ്വ എന്ന് പറഞ്ഞ വില്ലേജ്. ഇവിടെ കുറേ പഴയ ആൾക്കാരും പഴയ വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ നേരെ പുറയിലുള്ളത് ഒരു പഴയ ട്രൈബൽ വീടാണ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മളിപ്പം നാഗാലാൻഡില് ഒരു ലാസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നതിന് തൊട്ടപ്പുറത്ത് മ്യാൻമാർ ആണ്. അതെ, നമ്മുടെ നേരെ മുമ്പിൽ മ്യാൻമാറാണ്. നമ്മളിപ്പോൾ മ്യാൻമാർ ബോർഡറിലൊക്കെ പോകും. അതെ, മ്യാൻമാർ ബോർഡറിലൊക്കെ പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ പഴയ വീടിനകത്തേക്ക് പോയി നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. നമ്മൾ ഈ വീട്ടിനുള്ളിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്നതാണ്ട് നല്ല പനയോല വെച്ച് ഇങ്ങനെ മെയിഞ്ഞ വീടാണ്. അത് മെയ്യുന്ന 5 വർഷത്തേക്കാണ്. 5 വർഷം ആകുമ്പോൾ ഇത് അഴിച്ച് വീണ്ടും മാറും. ഇതിന്റെ കനം നോക്കിയേ, എത്ര കനത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊന്നും കാണത്തില്ല ഇത്രയും. ഇതിങ്ങനെ കുരുകുരുകുരുകുനാന്ന് പറഞ്ഞ കനത്തിലാണ് ചെയ്തിരിക്കുന്നത്. 400 വർഷം പഴക്കമുള്ള വീടാണ്. അതെ, നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ട കുറേ തടിയിലെ കുറേ രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എല്ലാം. പിന്നെ മുമ്പിൽ കുറേ കൊമ്പുകളും നല്ല കുറേ കൊത്തുപണികളുള്ള ഡോറും കാര്യങ്ങളൊക്കെയാണ്. ഹായ്, അപ്പോൾ ഇത് നമ്മുടെ ലോങ്ഷയുടെ ബ്രദറാണ്. ഹൈ, യുവർ നെയിം? My name is Nokao. Nokao. Yeah, Nokao. Nokao. Okay, Nokao. Parayan is a bit difficult. Yeah. Okay, so you will introduce everything. Yeah, for sure. Okay, thank you so much. And I'm like, what is this? Is Mithun heads. Okay. It's a buffalo family, Midun എന്ന് പറഞ്ഞ ബഫലോ ഫാമിലിയിലുള്ള ഒരു മൃഗമാണ്. It's a state animal of Nagaland. State animal of Nagaland. Okay. So we have like a lot of Mithun here. Okay. So on hunting you. Whatever we sacrifice. Okay. We keep as decorations. Okay, like sewing, like we sacrifice that much. Okay, like this is all by hunting. Yeah. Okay. No hunting is kind of a domestic animal. Okay. So we sacrifice them. We brought them in the festival. Okay. In like ബലി കൊടുക്കുന്ന പോലെ. Okay. Like you kill because of that rituals. Okay. അപ്പോൾ നമ്മുടെ ബലി കൊടുക്കുന്നതാണ്. അവരുടെ സ്റ്റേറ്റ് ആനിമൽ ആണെന്ന് പറയും. നമ്മളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ അവരുടെ ആനിമൽ അത് അവരുടെ കൾച്ചറാണ്. അപ്പോൾ അവരുടെ ആനിമലിനും അവരുടെ ഫെസ്റ്റിവലിനും ബലി കൊടുക്കുന്നുണ്ട്. Okay. അപ്പോൾ ബലി കൊടുക്കുന്ന അതിന്റെ എല്ലാം തലയും കൊമ്പുകളൊക്കെയാണ് ഈ കാണുന്നത്. Okay. This one is yak. Okay. Yak. Okay. This is all yak. This is also that ritual. Yeah. Okay. And this is Mithun. Mithun. Okay. ഇതെല്ലാം മിഥുനാണ്. Yeah, wild animals. ഇതെല്ലാം വൈൽഡ് ആനിമൽസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഇവരിങ്ങനെ ബലി കൊടുക്കുന്നതിൻ്റെ ആണ് നമ്മുടെ വീടിന് മുമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവർക്ക് ഒരു അംഗീകാരം പോലെയാണ്. അങ്ങനെയാണ് വീടിന്. വലിയ കൊമ്പുള്ളതല്ല യാക്കിന്റെയാണ്. The door. He's man. Okay. Man, husband and wife and cooking. They're cooking. Okay. Yeah. And is a traditional things like we keep everything in the smoke. Okay. Fish, meat, everything like. അപ്പോൾ നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്ന നാഗാലാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ കുക്ക് ചെയ്യുന്നതിന്റെ നേരെ മേളിൽ ഒരു ട്രേ പോലെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫുഡ് വെക്കുക. അതായത് ഇവർക്ക് സ്മോക്ക് ചെയ്ത ഫുഡ് വളരെ ഇഷ്ടമാണ്. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഹസ്ബൻഡും വൈഫും കൂടാണ് ഇവിടെ പാചകം ചെയ്യുന്നത്. അത് നമ്മൾ ഇവിടെ വന്നപ്പോഴും നമ്മൾ കണ്ടു. എല്ലാ ആണുങ്ങളാണ് കൂടുതലും പാചകം ചെയ്യുന്നത്. Yeah, in the older day, both of them used to cook, like husband and the wife together. Okay, together. And everything like we keep in the smoke. Like we don't have gas. I told you yesterday. Okay, yeah. Gas ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഇവരെല്ലാം നമ്മുടെ എന്താണ് പറഞ്ഞത്, തീ അരച്ചാണ് അടുപ്പിൽ കത്തിക്കുക. അപ്പൊ അതിന്റെ മുകളിലായിട്ട് ഒരു തട്ട് കാണും. ആ തട്ടിലെല്ലാം ഫിഷ് ആയാലും മീറ്റ് ആയാലും എല്ലാം ഇവരിങ്ങനെ സ്മോക്ക് ചെയ്യും. അതാണ് അവർക്ക് ഇഷ്ടം കഴിക്കാൻ. കുറെ നാളത്തേക്ക് അവരത് അതിൽ തന്നെ സ്മോക്ക് ചെയ്ത് സൂക്ഷിച്ചു വെക്കും. Okay. And this is a gant, is a local gant. Okay. So it's a kind of a compulsory. Every man have a gant. Okay. It's a local gant. So it's kind of compulsory. And like he is hunting tiger. Okay. And he's carrying the rice. Okay. അപ്പോൾ ഇതിങ്ങനെ ഒരു ഹണ്ടിങ് ചെയ്യുന്നത് നാഗാലാൻഡിലെ എല്ലാ വീട്ടിലും ഇവിടെ ഇങ്ങനത്തെ തോക്കുണ്ട്, ലോക്കൽ തോക്കുകളുണ്ട്. അപ്പോൾ ആ തോക്ക് വെച്ച് ഇങ്ങനെ ഹണ്ട് ചെയ്യുന്നതൊക്കെയാണ് പഴയ ഇവരുടെ എപ്പോഴും ഹണ്ടിങ് ഈസ് റൈറ്റ് നൗ ഓൾസോ. Okay. And this man riding camels. Oh, camel was here. Used to be in Nagaland. Used to, but not now. Not now. Okay. We only find in the history. Okay, in history. Okay. പണ്ട് camels ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. Snake and birds and all. Okay, wow. So this is also very old. Yeah, very old tree. Is one piece of wood. ഒറ്റ തടിയാണ് കേട്ടോ. അപ്പോൾ ഒറ്റ തടിയിൽ ഇതിങ്ങനെ റോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ പുതിയ ഗേറ്റ് സിസ്റ്റം ഉണ്ടല്ലോ. അതെ. ഒന്ന് ആലോചിച്ചൊക്കെ പഴയ കാലത്താണ് ഈ ലൈക്ക് ഇതിങ്ങനെ ഫുൾ മൂവ് ചെയ്തിട്ട് രാത്രി അടയ്ക്കും, രാവിലെ ആകുമ്പോൾ ഫുൾ തള്ളി തുറക്കും. 400 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അന്ന് ഈ സിസ്റ്റം ഉണ്ടായത്. In the older day, to have like a strong door is very important. Okay. In the older like war time,
people use spear, machete, ഓക്കെ, അതായത് പഴയ കാലത്ത് യുദ്ധം എന്തെങ്കിലുമൊക്കെ നടക്കാൻ പാടല്ലോ, നല്ല ബലമുള്ള ഡോർ വേണം, കാരണം ആൾക്കാർ തല്ലിപ്പൊളിക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന്. സോ ബ്രോ, what is this? It's a lock drum. Lock drum. It plays very important roles here. Okay. Like in a festival time, we have different beating here in the lock drum. Okay. So in a festival time, we have different beating for festival, and also for if the kings died, Okay. they have different beating. If the queens died. Okay, oh, like every ceremonies there is different sound or like Yes. music type. Okay, Yes. okay. അതായത് And if enemies came okay, to give the information to people, see nowadays we have phone, mobile okay, phone. okay, In the okay. older day we don't We don't have mobile. Okay. we have phone. So to give information, this is like ഓക്കെ, അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ശബ്ദം ഉണ്ടാക്കുന്ന ഒരു വലിയ തടിയാണ്, ഇൻസ്ട്രുമെന്റ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയാം. I can sound you a little bit. Okay, Just thank like you. normal one. ഓക്കെ, You can try it. ഓ അമ്മ, Yeah. Yes. Yes. അതെന്തായാലും കൊള്ളാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പോലെയാണ് ഈ ഒരു സാധനം. അതായത് ഇപ്പം വലിയ രാജാവ് മരിക്കുമ്പോഴോ അല്ലെങ്കിൽ രാജ്ഞി മരിക്കുമ്പോഴോ ഒക്കെ ഇതിലിങ്ങനെ കൊട്ടി, ഇതിൽ ഒരാളല്ല കൊട്ടുന്നത്, കുറേ ഓരോ പ്രത്യേകത, അതായത് കുറേ പേര് ചേർന്ന് നിന്നാണ് ഇത് കൊട്ടുന്നത്, അപ്പുറം ഇപ്പുറം എല്ലാം നിന്നിട്ടാണ് ഇത് കൊട്ടുന്നത്. അത് മാത്രമല്ല സൗണ്ട് കേട്ടാൽ എന്താണ് മനസ്സിലാക്കാൻ പറ്റും, അതായത് ഓരോ സെർമണിക്കും ഓരോ ശബ്ദമുണ്ട്. ഇപ്പോൾ ആൾക്കാർ, അതായത് ഒരു യുദ്ധം നടക്കുവാണെങ്കിൽ പെട്ടെന്ന് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി ഇതിനകത്ത് പെട്ടെന്ന് വേറെ സൗണ്ടിൽ കൊട്ടും, പിന്നെ ആൾക്കാർ മരിക്കുമ്പോൾ വേറെ ശബ്ദത്തിൽ കൊട്ടും. അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു സംഭവം തന്നെയാണിത്. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഹോളോ ആയതുകൊണ്ട് നടുക്ക് ഇങ്ങനെ കുഴിയാണ്, അതുകൊണ്ട് നല്ല സൗണ്ട് എക്കോ പോലെ ഇങ്ങനെ കേൾക്കും. ഞാനും കൊട്ടി, ഞാൻ ഇനി അറിയിക്കട്ടെ, ഇവിടെ കല്യാണം നടക്കാൻ പോകുന്നേ, അതെങ്ങനെയുണ്ടെന്ന്. ഓ, ചെറുക്കനും പെണ്ണും വരുന്നുണ്ടേ. This is for grinding rice. ഓക്കെ, അപ്പം നമ്മുടെ നെല്ല് കുത്തുന്ന സംഭവമാണിത്. നമ്മുടെ നാട്ടില് കുഴവി ഒലക്കയൊക്കെ ഇല്ലേ, അതുപോലെ തന്നെയാണ് ഇത്. മറ്റൊരു തരം ഒലക്ക. Ma'am, you can try it. Like ട്രൈ, yeah, hold it. കുറച്ച് നെല്ല് കൊണ്ടുവരട്ടെ. ഇങ്ങനെ നോക്കിക്കോ. ആ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. Yeah. Like in our town, like village also is there in Kerala. ലംബാനയ്യേ ചോട്ട. Chotawala. Yeah. We have different rice, like different kind of rice, corn, everything we can. അബിബി ഇസ്ക അന്തർക്കറിയാം. Yeah. Maybe it's gonna be same this. ഇപ്പോഴും ഇത് പ്രവർത്തിപ്പിക്കുന്ന ഒരു സാധനമാണ്. In one hole, 2 people can work. Okay. Oh, and at a time on that side and this side. Yeah, one stand there and one stand here. Okay. ഇങ്ങനെ ഇരിക്കും, ഒരാൾ അങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അതായത് ഒരു കുഴിയിൽ 2 പേര് ചേർന്നാണ് ഇതിങ്ങനെ ഇടിക്കുന്നത്. മാറി ഇരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സാധനം ഇതിങ്ങനെ അരിയെ നെല്ല് ഇടിക്കാൻ മാത്രമല്ല, നെല്ല് കൊയ്യാനും ഈ ടേബിൾ ഉപയോഗിക്കും. ലൈക്ക് പീപ്പിൾ യൂസ് ടു ഹിറ്റ് ഓൾസോ നാ. യാ, ഓക്കെ. അപ്പം ഇതിൽ നമ്മുടെ നെല്ലിൻ്റെ അതിങ്ങനെ കൊയ്യാനും ഉപയോഗിക്കും. ഇടിക്കാനും ഉപയോഗിക്കും. അതെ, അപ്പോൾ അതാണ്ട് ഇതിങ്ങനെ ചീത്തയാവാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ മറച്ച് വെക്കും. അപ്പോൾ എന്തായാലും അത് കാണാൻ പറ്റും. താഴോട്ടൊക്കെ കണ്ടോ, ഫുൾ വലിയൊരു തടിയിലാണ്, ഒറ്റ പീസ് തടിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി പുരാതനമായ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. പഴയ ഒരു ട്രൈബ്സിന്റെ വീടാണ്, കൊണിയാക് ട്രൈബിന്റെ. നമുക്ക് നോക്കാം. Konyak tribe in Longwa. ലോങ്വാ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം ഒരു വലിയ തടി ഇങ്ങനെ കാണാം, കുറുകയല്ല, ഇതാണ് ഇതിൻ്റെ മെയിൻ നടുത്തൂട്. ഫുൾ ഒറ്റ തടിയാണ്, അതായത് ഇത്രയും വീതിയുള്ളൊരു തടിയാണ്. അതിലും ഭയങ്കര കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല ഒത്തിരി കൊത്തുപണികളും നല്ല വാള് പോലത്തെ ഒക്കെ സംഭവങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ. അപ്പോൾ ഇതിൻ്റെ കൊത്തുപണികൾ കണ്ടില്ലേ, എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന കുറേ മനുഷ്യ രൂപങ്ങളാണ്. അതായത് ഇത് ഭാര്യ, ഇപ്പുറത്ത് ഭർത്താവ്. ഇവിടെ ഭാര്യയും ഭർത്താക്കളും ഭയങ്കര ഒത്തൊരുമയാണ്. അവർ അടുക്കള കിച്ചണിൽ ജോലി ചെയ്യുന്നതും ജോലിക്ക് പോകുന്നതും വെളി പോകുന്ന എല്ലാ ഹസ്ബൻഡും വൈഫും കൂടെ ഒരുമിച്ചാണ്. പിന്നെ കണ്ട ഈ കാണുന്നത് കണ്ട ഒരു മാൻ്റെ തലയാണ്. ഇത് തടിയിൽ ചെയ്തിരിക്കുക, പക്ഷെ ഇതിൻ്റെ കൊമ്പ് ഒറിജിനലാണ്. ഇതിൻ്റെ മുകളിൽ കുറേ ഇതേപോലെ മാനും കുറേ ജീവികളിലൊക്കെ കാണാം. അതിൻ്റെ എല്ലാ കൊമ്പുകളൊക്കെ നമുക്ക് പ്യുവർ ഒറിജിനലാണ്. പിന്നെ ഈ തടിയിൽ പോലും കൊത്തുപണികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ കണ്ട കുറേ ടൈഗേഴ്സും പുലിയും ആനയും, അതായത് ഇവിടുത്തെ വൈൽഡ് ആനിമൽസിൻ്റെ എല്ലാ കൊത്തുപണികൾ ഈ വലിയ തടിയിൽ ചെയ്തിരിക്കുകയാണ്. സോ വാട്ട് ഈസ് ദിസ്? Mithun heads. Okay, this is Mithun head. Culture is to decorate the house in outside of the house. Okay. So, but before
we keep it outside, we have to keep in the smoke. ഓക്കെ. അപ്പൊ ഇത് ഇവരുടെ വീടിന്റെ പുറത്ത് വെക്കുന്ന ഇവർക്കൊരു അഭിമാനമാണ്, അലങ്കാരമാണ്. അപ്പൊ അത് വെക്കുന്നതിന് മുമ്പായിട്ട് അത് കുറെ നാൾ നിർത്തി സ്മോക്ക് ചെയ്യിക്കും. അതായത് ഇവിടെ തീ കത്തിച്ചിട്ട് ഇങ്ങനെ സ്മോക്ക്. അപ്പൊ ഇത് how much old is this? It's 1 month. Just 1 month. Okay. ഇത് ഒരു മാസം പഴയതാണ്. അപ്പം I think it's Hornbill Festival. Yeah. In the last Hornbill Festival. അപ്പോൾ ഹോൺബിൽ ഫെസ്റ്റിവലിന് ബലി കൊടുത്തതാണ് ഇതിനെ. അപ്പോൾ ഇതിന്റെ തലയാണ്, ഇതൊക്കെ കണ്ടോ, ഇത് അതിന്റെ പല്ലാണ്, അതിന്റെ ചോരയൊക്കെ പറ്റിയിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതെ, രണ്ട് സൈഡിലോട്ട് കൊമ്പും ദാണ്ട് ഇത് കണ്ടോ, വലിയ തലയും. നല്ലതുപോലെ സ്മോക്ക് ചെയ്ത് ഇതിനൊരു കളറൊക്കെ മാറി നനവും എല്ലാം മാറിയിട്ടാണ് ഇവര് പുറത്തെടുത്ത് വെക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും ഒരൊറ്റ തടിയിൽ ഫുൾ കൊത്തുപണികൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം നമ്മുടെ മിഥുന്റെ വലിയ കൊമ്പും പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ രൂപങ്ങളും പിന്നെ മനുഷ്യന്റെ തലയും. നമ്മുടെ എരുമ, അതായത് വലിയ വൈൽഡ് ബഫല്ലോ, അതാണ് മിഥുൻ. It's a mithun. Okay. And the man catching the mithun. Okay. This is a wolf. Wolf. Yeah, wolf. They used to, kill attack the or kill mithun. Yeah, Okay. mithun. It's a human skull. Human skull head hunting. Yeah, Okay. it is a axe used to head hunt. Okay. Yeah. ആക്സ് വെച്ചിട്ടാണ് ഇവർ ആൾക്കാരുടെ തല അറുത്തെടുക്കുന്നത്. And this is tiger. Tiger. Yeah, catching the pig. Okay, yeah. pig. Tiger. Yeah, men are blowing the hold. Okay. If this all happens, then men will blow the hold. Okay, അപ്പോൾ ഇത് ഇങ്ങനത്തെ എന്ത് സംഭവിച്ചാലും നമ്മുടെ ഇവിടെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ കണ്ടോ, ഈ ഒരു ഹോൺ ഇങ്ങനെ ബ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാൻ പറ്റും ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന രൂപങ്ങളെല്ലാം ഒരൊറ്റ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓൺലി ഇൻ വൺ വുഡ്, റൈറ്റ്? വൺ പീസ് ഓഫ് വുഡിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നാണ്ട് നമുക്കൊരു വുമനെയും ഒരു മാനിനെയും കാണാൻ പറ്റും. ഓക്കെ. ദിസ് ഈസ് ഓൾസോ ഹെഡ് ഹണ്ടേഴ്സ്. Head hunter. ഓക്കെ. Hold, you see. ഇവരുടെ ചെവിയിലൊക്കെ ഇങ്ങനെ കൊമ്പ് കുത്തിയിട്ടുണ്ട്. പിന്നെ കുറേ മാല പോലെ, അതായത് മനുഷ്യന്റെ തല ഇട്ടിരിക്കുന്നതിന്റെ അനുസരിച്ചാണ് ഇവരുടെ എത്ര ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദിസ് ഈസ് ഓൾസോ ഇൻ വൺ വുഡ്. one piece of wood. വലിയൊരു തടിയാണ്, അങ്ങ് വരെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഫുൾ കൊത്തുപണി. ഒന്ന് ആലോചിച്ച്, ഇത്രയും വലിയ മരമാണ്. ഇതൊന്ന് അപ്പുറ സൈഡ് നമുക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ പോലും പറ്റത്തില്ല, കൈ എത്തത്തില്ല, അത്രയ്ക്ക് വലിയ മരമാണ്. അതിലെല്ലാം കൊത്തുപണി ചെയ്തിരിക്കുകയാണ്. It's written like spear. It's like skull and the baskets. Okay. Necklace. Okay. And belt. ബെൽറ്റ്. അപ്പൊ ഇങ്ങനെ കുറെ അലങ്കാര സാധനങ്ങളൊക്കെ ഉണ്ട്. This is belt. Yeah, belt. Okay. അപ്പൊ ഇത് നമുക്ക് വാങ്ങാം. We can buy also, like. Yeah, you can buy also. Okay. ഇത് we keep as ഡെക്കറേഷന് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങാനും പറ്റും. ഇവരോട് സംസാരിച്ച് കഴിഞ്ഞ ഒരു വിലയൊക്കെ പറഞ്ഞിട്ട്. ഇത് കപ്പാണ്, അതായത് ഇവർ വൈനൊക്കെ കുടിക്കുന്ന കപ്പും പിന്നെ ബാസ്കറ്റ്സ് ആണ്. ഓക്കെ. സ്മോക്ക് മീറ്റ് ഒക്കെ ശേഖരിച്ച് വെക്കുന്ന വേണ്ടി ബാസ്കറ്റ്സ് ആണ് ഈ കാണുന്നത്. ഇതെല്ലാം ഓരോ ബാസ്കറ്റ്സ് ആണ്. ഹോൺബിൽ. ഓക്കെ. ഇത് ഹോൺബിലിന്റെ ഹെഡ് ആണ്, അതായത് കൊമ്പ് കണ്ടോ നമ്മുടെ ഹോൺബിൽ പക്ഷിയുടെ. ഐ മീൻ എന്താ, ചുണ്ട്. പിന്നെ അങ്ങനെ കുറെ ബാസ്കറ്റ്സ്. ഓക്കെ. ഇത് കണ്ടോ അമ്മ, പക്ഷികളുടെ കാലുകളാണ്. അതെ. എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കും. ബാസ്കറ്റ്സിന്റെ ഒരു അലങ്കാരം. ഇതൊക്കെ വൈൽഡ് ഹണ്ടേഴ്സ് ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാം ഇങ്ങനെ ഓരോ ഭംഗിയിലുള്ള സംഭവങ്ങളാണ് ബാസ്കറ്റ്സ് എല്ലാം. Like in the olden day, the warriors used to wear this one. If you chop one head, one skull. ഓക്കെ. അപ്പോൾ ഹെഡ് ഹണ്ടേഴ്സ് ഇതാണ് കഴുത്തിൽ തൂക്കിയിടുന്നത്. ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മുഖം, അങ്ങനെ എത്ര പേരെ കൊന്നിട്ടുണ്ട് അത്രയും തലകൾ ഇങ്ങനെ അഭിമാനമാണ്. അതെ. ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരാളെ കൊന്ന ഒരെണ്ണം, രണ്ടുപേരെ കൊന്ന രണ്ടെണ്ണം. അപ്പൊ എത്ര പേരെ കൊന്നു എന്ന് അറിയാൻ പറ്റും. അതെ. അപ്പൊ ഇതെല്ലാം ബാസ്കറ്റ്സ് ആണ്. ഓക്കെ. ഇതെല്ലാം ഓരോ രൂപങ്ങളാണ്. Men are playing the ലോക്ക് ഡ്രം. അതായത് നമ്മൾ പുറത്ത് കണ്ടല്ലോ ഇവർ കൊട്ടുന്നത്, ആ സംഭവത്തിന് മിനിയേച്ചർ ആണ്. ആഭരണങ്ങളാണ് ഇതെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതെല്ലാം മിനിയേച്ചേഴ്സ് ആണ്. ഹോൺ. ഓക്കെ. ഹെഡ് ഹണ്ടേഴ്സ് ചെവിയിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആ ചെവിയിൽ ഇങ്ങനെ കുത്തി നിർത്തുന്നതാണ്. അമ്മ ചെവിയിലോട്ട് അടിക്കുന്ന? അയ്യോ ഇല്ല, ഇത് രണ്ടും നമ്മൾ വാങ്ങാനായിട്ട് എടുത്തു വെച്ചേക്കുവാണ്, വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്, ഇവിടുന്ന് ഒരു ഓർമ്മയ്ക്കായിട്ട്. അതുപോലെ ഈ മാലയും ഇതിനൊക്കെ ഭയങ്കര വിലയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഓക്കെ. നമ്മൾ നെല്ല് കൊയ്യുന്ന കണ്ടില്ലേ പുറത്ത്, അപ്പോൾ അതിൻ്റെ മിനിയേച്ചറാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ഇവർ അടുപ്പിൻ്റെ മേളിലാണ് ഇവർ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിക്കകത്താണ് ഇവരുടെ നോൺ വെജ് കാര്യങ്ങളൊക്കെ വെക്കുന്നത്, സ്മോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പെട്ടി തുറന്നിട്ട് ഇതിനകത്ത് വയ്ക്കും. ഇതിനടിയിൽ കണ്ട നെറ്റ് പോലെയാണ്. അപ്പോൾ ഈ നെറ്റ് പോലെ സ്മോക്ക് അടിച്ചടിച്ച് ഇതിനകത്തിരിക്കുന്ന മീറ്റ് എല്ലാം അങ്ങ് സ്മോക്ക്. അപ്പോൾ അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് ഇതിനകത്ത് നല്ല സ്മോക്ക് ചെയ്ത് ഇന്നലത്തെ ബീഫുണ്ട്. പിന്നെ അതേപോലെ ബാംബൂ ഷൂട്ട് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ ബാംബൂ ഷൂട്ടിന് നല്ല
മണം നമുക്കിങ്ങനെ അടിക്കുന്നുണ്ട്. നമ്മളിത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ മണം പോകത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ബീഫ് കറി കഴിച്ചായിരുന്നു, അതിലും ബാംബൂ ഷൂട്ടുണ്ട്. അപ്പോൾ ബാംബൂ ഷൂട്ടിന് ഭയങ്കര മണമാണ്. ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. It's going to be tasty, just normal, just salt, just like some pink chili, little bit, and then bamboo shoot and smoked meat. No masalas and anything. No masala. Okay, it's very tasty. Yeah, a little bit. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇതിൽ എക്സ്ട്രാ മസാല ഒന്നും എടുത്തില്ല. ജസ്റ്റ് ഗ്രീൻ ചില്ലീസും കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ മാത്രമേ എടുത്തുള്ളൂ. നമ്മളിത് കഴിക്കുമ്പോൾ ഇത് എങ്ങനെ ഇരിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇറ്റ് വിൽ ബി വെരി ടേസ്റ്റി. അപ്പോൾ നമ്മുടെ ബാംബൂ ഷൂട്ടും നമ്മുടെ സ്മോക്ഡ് ബീഫും കൂടെ റെഡിയായിരിക്കുകയാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ കുറച്ച് ജിഞ്ചർ അവർ ചേർത്തിട്ടുണ്ട്, പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ടല്ല, വേറെ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഇത് കഴിക്കാൻ എങ്ങനെ ആയിരിക്കും എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും കഴിച്ചു നോക്കാം. നല്ല ബാംബൂ ഷൂട്ടിൻ്റെ മണമുണ്ട് കേട്ടോ. ബാംബൂ ഷൂട്ടിൻ്റെ മണമെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു കുത്തലുള്ള ഒരു മണമാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഒരു എന്താണ്, നമ്മൾ കഴിച്ചാലും കയ്യിൽ നിന്ന് മണം പോകാതെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുക. അതൊരു വാട പോലത്തെ ഒരു മണമാണ്. നല്ലതും ചീത്തതുമായിട്ടും പറയാം, നമുക്ക് അറിയത്തില്ല. ഒരു വാട പോലെ വേണമെങ്കിൽ പറയാം, കാരണം കുറേ നേരം അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എന്തായാലും നമ്മൾ അതാണ് കഴിക്കാൻ പോകുന്നത്. പിന്നെ അത് ഇടയ്ക്ക് ബ്രൗൺ കളറായിട്ടുള്ളതൊക്കെ നമ്മൾ സ്മോക്ഡ് ബീഫാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പപ്പടം, പിന്നെ ഉരുളൻകിഴങ്ങിൻ്റെ ഒരു കറി, അതെ തോരൻ, ഇത് നാഗ ബീൻസ് വെച്ചുണ്ടാക്കി വെക്കുന്ന കറിയാണ്. Naga rice. അത് നാഗ റൈസ്. അതായത് ചോറുള്ളത് ഒരു പരിപാടിയില്ല. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും രാത്രി ആയാലും ഇവർക്ക് ചോറാണ് വേണ്ട. ഇതിന്റെ കൂടെ നമ്മുടെ കറി. വൃന്ദമ്മ കഴിക്കും എന്നുള്ള ദൈവത്തിനറിയാം. ഞാൻ ചിരിച്ചോട്ടെ വർത്തനം വരത്തുള്ളൂ. അപ്പോൾ അവർക്കൊന്നും തോന്നത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഛർദ്ദിലായിരുന്നു രാവിലെ. കാരണം അവരുടെ ഭയങ്കര മധുരമുള്ള ചായയും ഇന്നലത്തെ ആ ബാമ്പു കൂട്ടുള്ള കറിയൊക്കെ കഴിച്ച് നല്ല ഒക്കാനം വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ കഴിക്കുന്നില്ല. വെജാണ് ഞാൻ കഴിക്കുന്നത്, വെജ് കഴിക്കും. പക്ഷേ ഞാൻ എന്തായാലും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കും, എങ്ങനെ ആയിരിക്കണോ നമുക്ക് അറിയണമല്ലോ. സോ നമ്മുടെ കണ്ട സ്മോക്ഡ് ബീഫും ബാംബൂ ഷൂട്ടും എത്തിയിരിക്കുകയാണ്. കണ്ട ഒന്നുമില്ല. ആ ബീഫ് കഴിഞ്ഞ ദിവസം പച്ചക്ക് ഇവരിത് കണ്ട ആ അടുപ്പിൻ്റെ മേളിലെ പെട്ടിക്കകത്ത് ഇട്ടിരുന്നതാണ്. ഇപ്പം വേറെ ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് ഇഞ്ചിയും ഉപ്പും മാത്രം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറേ ബാംബൂ ഷൂട്ട് ഇട്ടിട്ടുണ്ട്. കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. മാത്രമേ കഴിക്കത്തുള്ളൂ. നല്ല ബാംബൂ ഷൂട്ടിന് ഇങ്ങനെ മണം നമുക്കിങ്ങനെ പടപടാന്ന് അടിക്കുന്നുണ്ട് മൂക്കിലേക്ക്. അമ്മയ്ക്കിത് കണ്ടപ്പോൾ തന്നെ മതിയായി. എനിക്ക് എന്തോ ഞാൻ ഇവിടെ നിന്ന് ചിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും ഇപ്പോൾ ചിരിച്ച് കാണിക്കും. ഇതെല്ലാം ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മുടെ ഈ മുമ്പിൽ കാണുന്നതാണ് സ്മോക്ഡ് ബീഫ്. അതിൻ്റെ കൂടെ ഈ ഉരുളൻകിഴങ്ങ് പോലെ കാണുന്നത് നമ്മുടെ ബാംബു ആണ്. നമുക്ക് ആദ്യം ബാംബൂ ഷൂട്ടൊന്ന് കഴിച്ച് നോക്കാം. നമ്മുടെ പിക്കിള് തിന്നുന്ന പോലെ ഉണ്ട്. ഭയങ്കര കയ്പ്പാണ് കേട്ടോ, ഭയങ്കര കയ്പ്പാണ്. പിന്നെ ഇതാണ് നമ്മുടെ സ്മോക്ഡ് ബീഫ്. വളരെ കല്ല് പോലത്തെ റബ്ബർ, ഒരു തുള്ളി വെന്തിട്ടില്ല. അമ്മ തിന്നുന്ന എന്തോന്ന് കാണിച്ചു കൊടുക്കും. ഒരു രുചിയില്ലാത്തൊരു സാധനം കേട്ടോ ഈ ബീഫ്. അമ്മ വെറും ചോറും പപ്പടവും മാത്രമാണ് കഴിക്കുന്നത്. എനിക്ക് തോന്നാൻ പറ്റില്ല. അയ്യോ, ഇതൊന്നും പറ്റത്തില്ല. അതൊന്നും പറ്റത്തില്ല. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വളരെ കുഞ്ഞതാണ് ഞങ്ങൾക്കറിയാം. കാരണം നമുക്ക് ഈ ഒരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരണമായിരുന്നു. പിന്നെ നമ്മൾ എന്താണ് കഴിച്ചത് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണമായിരുന്നു. എങ്ങനെയാണ് ആഹാരം? ഞാൻ വെറും പപ്പടവും ചോറും തിന്നു. അതെല്ലാം കഴിച്ചു. ആഹാരം ഭയങ്കര വലിയ പാടാണ്. എൻ്റെ കയ്യിൽ ഇതുവരെ ബാംബൂ ഷൂട്ടിൻ്റെ മണം മാറിയിട്ടില്ല. ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ടിരിക്കും. നല്ല തണുപ്പുണ്ട്. തണുപ്പ് സഹിക്കാൻ. പിന്നെ അമ്മ ആണെങ്കിൽ 2 കൊമ്പെടുത്ത് കൈ പിടിച്ചോണ്ടിരിക്കുക. മേടിച്ച് ഇത് 800 രൂപയ്ക്ക് വാങ്ങിച്ചത്. അവർ 1500 രൂപ. ഇതിങ്ങനെ കാതിലിട്ട് നാട്ടിൽ ചെന്നിട്ട് ഇത് 2 കമ്പലിട്ടുകൊണ്ടാണ് നടക്കാൻ പോവാണ് എൻ്റെ അമ്മ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായിട്ടിരിക്കുന്നത്. അപ്പം അകത്ത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരുട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തോരം ക്ലാരിറ്റി ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, സഹകരിക്കുക. അതെ. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അയക്കുക. അപ്പോൾ യെസ്. സോ ബൈ ഫ്രം മോംസ് ആൻഡ് ഡേയ്സ്.